ഹേയ് സോന, നിങ്ങളുടെ വുഡ് ബി കാണിക്കുമോ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് വീഡിയോ ഒന്നല്ല. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്, ഓക്കെ? അപ്പം ഫേസ് കാണിക്കാതെ കാരണം എനിക്ക് എത്ര ബാഡ് കമൻസ് എന്നല്ല, ഒരു വിയേർഡ് കമൻസ് ഒക്കെയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് വീഡിയോ ഒന്നല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു Q&A സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ കമൻറ്റ്സ് വീഡിയോസിൻ്റെ താഴെ ഇടുമ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു Q&A സെക്ഷൻ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആൻസർ കിട്ടിയില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ Q&A സെക്ഷൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി മൊബൈലും ഉണ്ട് കയ്യിൽ, പിന്നെ നോട്ട്ബുക്കും ഉണ്ട് കയ്യിൽ. ഞാൻ ആക്ച്വലി നോട്ടിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഫോണിലെന്ന് പറയുന്നത് കുറേ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കി നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതാണ്. അപ്പോൾ ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കമൻറ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു 50 വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം റിപ്പീറ്റഡ് ആയത് കാരണം ഞാനൊക്കെ ഒന്നിൽ തന്നെ എല്ലാം ഞാൻ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം ലോങ് ആയി വെച്ചാൽ ചിലപ്പോൾ ബോറടിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് Q&A സെക്ഷനിൽ പോവാം. നമുക്ക് വരൂ. അപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാൻ പോവാണ്. ആരൊക്കെയാണ് നമുക്ക് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഇനി ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 പേര് ഞാൻ വായിക്കാം കേട്ടോ. അപ്പോൾ അമൻ സിയാൻ ആൻഡ് ബെറ്റർ 198 സുധയൻ അവർ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് കേരളത്തിൽ എങ്ങനെ എത്തിയത്, കേരളത്തിൽ എങ്ങനെ എത്തി, മലയാളം എങ്ങനെ പഠിച്ചു എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേരളത്തിൽ എങ്ങനെ എത്തിയെന്ന്. മീൻസ് അച്ഛൻ ഇവിടെയായിരുന്നു, അപ്പം ഞങ്ങളിവിടെ വന്നു, അങ്ങനെയാണ് ഇവിടെ വന്നത്. പിന്നെ പഠിച്ചത് എങ്ങനെ മലയാളം പഠിച്ചു വന്നാൽ സ്കൂളിൽ പോയി അംഗൻവാടി പോയി അങ്ങനെ പഠിച്ചാണ് മലയാളം. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതുൽ കൃഷ്ണൻ, വാട്ട് ഡു യു ലൈക്ക് അബൌട്ട് കേരള? കേരളത്തിൽ എനിക്ക് എല്ലാമേ ഇഷ്ടമാണ്, സൂപ്പറാണ് കേരളം. പക്ഷേ ഈ സദാചാരത്തിനെ കുറിച്ച് അതാണ് തോന്നുന്നു, സദാചാരം കുറഞ്ഞ അതല്ലാതെ ബാക്കി എല്ലാമേ ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് യൂസർ UI9 LI പേരൊന്നുമില്ല, യൂസറായിട്ട് പിന്നെ കുറേ അതും. പിന്നെ സോനി ജൈമോൻ ആൻഡ് പാർവതി ചോദിച്ചിരിക്കുന്നത് യുവർ ഏജ് ആൻഡ് ഫേവറേറ്റ് ഫുഡ്, കൺട്രി ആൻഡ് യൂട്യൂബർ. എൻ്റെ ഏജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജനിച്ചത് 1997 ആണ്. അപ്പം കാൽക്കുലേറ്റ് ചെയ്തോളൂ എന്താണെന്ന്, മീൻസ് എത്ര ഏജ് ആണെന്ന്. പിന്നെ ഫുഡ് വന്നിട്ട് എനിക്ക് പല ഫുഡുകളും ഇഷ്ടമാണ്. എൻ്റെ ഓരോ സിറ്റുവേഷൻസ് എൻ്റെ മൈൻഡ് മാറും, അപ്പോൾ അതിനനുസരിച്ചായിരിക്കും എനിക്ക് ഫുഡ് മാറുക. പക്ഷേ എവിടെ പോയാലും കൂടുതൽ ഇഷ്ടം ബിരിയാണി, ചിക്കൻ ബിരിയാണിയിൽ ബിരിയാണി റൈസ് കൂടുതൽ ഇഷ്ടം, ചിക്കൻ അത്ര കഴിക്കില്ല. കൺട്രി വന്നിട്ട് എനിക്ക് സ്വിറ്റ്സർലാൻഡ് പോകാൻ ഇഷ്ടം, കാരണം എൻ്റെ ബോയ് ഫ്രണ്ട് അവിടെ ഇഷ്ടം, അപ്പോൾ എനിക്ക് അവിടെ ഇഷ്ടം. ഫേവറേറ്റ് യൂട്യൂബർ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും കാണും. ഞാൻ ഫേവറേറ്റ് പറഞ്ഞാൽ അങ്ങനെ പെർട്ടിക്കുലറായിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് DDO7373 പേരില്ല അതിൽ. സ്വന്തം വീടാണോ ചേച്ചി? സ്വന്തം വീടല്ല, ഞങ്ങൾ റെൻറ്റിനായിരിക്കുന്നത്. ഓക്കെ, വിപിൻ സുകുമാരൻ എഴുതിയിരിക്കുന്നത് തൃശ്ശൂർ എന്നാ വരുന്നത്? തൃശ്ശൂർ, ഞാൻ തൃശ്ശൂർ പൂരത്തിന് വരും, വിപിൻ കുമാർ. അടുത്തത് വന്നിട്ട് ലില്ലി റാബിറ്റ് ചോദിച്ചിരിക്കുന്നത് വന്നിട്ട് സിസ്റ്റർ ആൻഡ് ബ്രദറിൻ്റെ എന്താ ചെയ്യുന്നത്? എൻ്റെ സിസ്റ്റർ വന്നിട്ട് ഒരു ഫാഷൻ ഡിസൈനറാണ്. ആൻഡ് മൈ ബ്രദർ വന്നിട്ട് ഒരു ഓട്ടോമൊബൈൽ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അനിത ചോദിച്ചിരിക്കുകയാണ് ലൈഫിൽ നടക്കാനുള്ള ഒരു ആഗ്രഹം. ഇപ്പോൾ തൽക്കാലം ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊന്ന് ലോകം ചുറ്റണം, അല്ലെങ്കിൽ നമ്മുടെ കേരളം ചുറ്റണം, അങ്ങനെ ഒരു ആഗ്രഹമാണ്. കാരണം ഞാനിങ്ങനെ പുറത്തൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല, അത് കാരണം ആ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ആഗ്രഹം മാറിക്കൊണ്ടേയിരിക്കും, മനുഷ്യന്മാരല്ലേ. പിന്നെ അടുത്തത് വന്നിട്ട് അജിത രതീഷ് ചോദിക്കുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെ പേരെന്താണ്? എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, അനിയത്തി, ഞാൻ. എൻ്റെ പേര് അറിയാലോ സോന. അനിയത്തിൻ്റെ പേര് ഞാൻ കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നിട്ട് ഭുവൻ, അനിയത്തി ബീന, അച്ഛൻ്റെ പേര് ജഗത്ത്, അമ്മയുടെ പേര് താര. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ 5 പേരുടെയും പേര്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാണല്ലോ, എന്താ ഞാൻ പറയുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്, ഓക്കെ? ജോ ഒരു മലയാളി മാരേജ് ചെയ്യാൻ ഫാമിലി സപ്പോർട്ട് ഉണ്ടോ ചോദിച്ചാൽ എന്തായാലും എതിർപ്പില്ല. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ എന്താണെന്ന് ആൻസർ. ഓക്കെ, ഞാൻ പറയുന്നില്ല. ഓക്കെ, അടുത്ത് വന്നിട്ട് അപർണ കേട്ടോ ഇരിക്കുന്നത്. നേപ്പാളി ലൈഫ് സ്റ്റൈലാണോ ചേച്ചിക്ക് ഇഷ്ടം, അത് കേരളത്തിലാണോ? എവിടെയാണ് ചേച്ചിക്ക് ഇഷ്ടം? അവിടെയാണോ ആൾക്കാരുടെ ബിഹേവിയേഴ്സ് എന്താ നല്ലത്?
ലൈഫ് അച്ചീവ്മെൻറ്റ് എന്താണ്? എനിക്ക് കേരളത്തിൻ്റെ കേരളമാണോ നേപ്പാളാണോ ഇഷ്ടം ചോദിച്ചാൽ എനിക്ക് 2 നാടും ഇഷ്ടമാണ്. എനിക്ക് ഇന്ന നാട് അങ്ങനെ ഒന്നുമേ ഇല്ല. എനിക്ക് കേരളം ഇഷ്ടമാണ്, നേപ്പാളും ഇഷ്ടമാണ്. പക്ഷേ ഏത് രാജ്യത്താണെങ്കിലും നല്ല ആൾക്കാരുണ്ടാവും, ചീത്ത ആൾക്കാരുണ്ടാവും. അത് കാരണം അങ്ങനെ വലിയ ബാഡ് എന്ന് പറയാനൊന്നുമില്ല. അത് ഓരോ സിറ്റുവേഷനിൽ ഇവിടെയും ബാഡ് പീപ്പിൾസ് ഉണ്ടാവും, അവിടെയും ബാഡ് പീപ്പിൾസ് ഉണ്ടാവും. അത് കാരണം നമുക്ക് പെർട്ടിക്കുലറായിട്ട് നമുക്ക് കോർണർ ചെയ്യാൻ പറ്റില്ല ഈ രാജ്യം നല്ലത്, ഈ രാജ്യം നല്ലത്, അങ്ങനെയല്ല. ഓരോ സിറ്റുവേഷൻസിൽ ഓരോ രീതിയായിരിക്കും. ഓക്കെ, പക്ഷേ എനിക്ക് 2 രാജ്യം ഇഷ്ടമാണ് കേട്ടോ, മൈ ഫേവറേറ്റ്. പിന്നെ എന്താ ചോദിക്കുന്നത്, ലൈഫ് അച്ചീവ്മെൻറ്റ്. തൽക്കാലം അച്ചീവ്മെൻറ്റ് എന്ന് യൂട്യൂബിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാരണം എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആയി. അതാണിപ്പോൾ എൻ്റെ ലൈഫിൽ അച്ചീവ്മെൻ്റ് ആയിരിക്കുന്നത്. കാരണം ഞാൻ വിചാരിച്ചിട്ടും കൂടിയില്ല എനിക്ക് 100K കിട്ടും എന്ന്. പക്ഷേ 100K കിട്ടി, കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാരണമാണ്. ഇതേപോലെ എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അച്ചീവ്മെൻറ്റ്. ഓക്കെ, അടുത്തത് വന്നിട്ട് അനിത. ഹേയ് സോന, നിങ്ങളുടെ വുഡ് ബി കാണിക്കുമോ? ആക്ച്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് ആൻസർ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ശരി, എന്നാൽ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും പറയാതിരിക്കുന്നത് മോശമല്ല. അപ്പോൾ എന്തായാലും ഞാൻ പറയാം. അപ്പോൾ അനിത ചേച്ചിയാണോ അനിത എനിക്കറിയില്ല. ജസ്റ്റ് അനിത ചേച്ചി ചോദിച്ചിരിക്കുന്നത്, ഹേ സോന, നിങ്ങളുടെ വുഡ് ബേ കാണിക്കുമോ? ആക്ച്വലി എനിക്ക് കാണിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഉണ്ടല്ലോ, ഫേസ് കാണിക്കാതെ കാരണം എനിക്ക് എത്ര ബാഡ് കമൻസ് എന്നല്ല, ഒരു വിയേർഡ് കമൻസ് ഒക്കെയാണ്. എന്താണ്, പിടികിട്ട പുള്ളിയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള കമൻസ് ഒക്കെ വരുന്നത്. ആക്ച്വലി ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായോ എല്ലാവരും കാണിക്ക്, ഫേസ് റിവീൽ ചെയ്ത് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ പറയുന്നത് ഓക്കെ ഇപ്പോൾ വേണ്ട, കാരണം എൻ്റെ ബിഹൈൻഡ് ദി ക്യാമറ എല്ലാം എഡിറ്റിങ് കാര്യങ്ങൾ ക്യാമറ ഫുൾ അവനാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, അവൻ വായോ നിൻ്റെ ഫേസ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഓക്കെ ഇപ്പോൾ വേണ്ട, വരാം, ബട്ട് ഓൺ ഡേ വരാം. പക്ഷെ അത് എപ്പോൾ എങ്ങനെയാണെന്നൊന്നും ഒക്കെ അത് അവൻ്റെ ഡിസിഷനാണ്. കാരണം നമ്മൾ എല്ലാവരുടെ ഡിസിഷൻ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അവൻ്റെ ഒരു ഡിസിഷൻ നമ്മളും ഒരു വില കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ, നിനക്ക് എപ്പോഴാണോ നിനക്ക് കംഫർട്ട് അല്ലെങ്കിൽ നിനക്ക് എപ്പോഴാണോ വരണം എന്ന് തോന്നുന്നുണ്ടോ അന്ന് നീ വന്നോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവനടുത്ത് ഞാൻ ഒന്നും കൂടി ഞാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. ഓക്കെ, ഫേസ് കാണിക്കില്ലെങ്കിൽ അവന് എൻ്റെ വീഡിയോ കൂടി ഒരു ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ട് മഹേഷ് കുമാർ, വിഷ്ണു ആൻഡ് ഷിബു. കേരളത്തിൽ എത്താനുണ്ടായ സാഹചര്യം. ആക്ച്വലി ഞാൻ പറഞ്ഞൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി എൻ്റെ അച്ഛൻ ഇവിടെ വന്നു, അപ്പം ഞങ്ങളിവിടെ വന്നു, അതാണ് സാഹചര്യം. അമൻ സേമൻ ചോദിച്ചിരിക്കുന്നത്, ആർ യു മാരിഡ് അല്ല ബട്ട് കമ്മിറ്റഡ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലൂ ബോയ്, രേവതി, ജാസ്മി ജയൻ, പിന്നെ അശ്വതി ശേഖർ. അവരൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. കാരണം ഞാൻ പാലക്കാടാണ്, താങ്കൾ പാലക്കാട് എവിടെയാണ് പ്ലേസ്? വീഡിയോസ് കാണുമ്പോഴൊക്കെ ചോദിക്കണം എന്നൊന്ന് വിചാരിക്കും. ലവ് യുവർ വീഡിയോസ്. താങ്ക് യു ഓൾ. പിന്നെ ചിലർ കോട്ടയാണെന്നൊക്കെ പറയേണ്ട ഒരു വീട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് പാലക്കാടാണ്, പാലക്കാട് കഞ്ചിക്കോട്. ഓക്കെ, അവിടെയാണ് എൻ്റെ വീട്. എക്സാക്റ്റ് പ്ലേസ് ഞാൻ പറയുന്നില്ല, ബട്ട് കഞ്ചിക്കോട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആസ്റ്റോക്സ് 9020 യുവർ യൂട്യൂബ് റവന്യൂ പറയുമോ? യൂട്യൂബ് റവന്യൂ പറയുമ്പോൾ ചോദിച്ചെങ്കിൽ പറയുന്ന കുഴപ്പമൊന്നുമില്ല. നമ്മളിടുന്ന ഓരോ വീഡിയോസിനനുസരിച്ചുണ്ടാവും. നല്ലൊരു വീഡിയോസ് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് നമുക്ക് നല്ലൊരു റവന്യൂ കിട്ടും. പക്ഷേ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വ്യൂസ് അതിനനുസരിച്ചായിരിക്കും റവന്യൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഷഹിനയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. മീൻസ് ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ പറയണ പോകുന്നത് കോമഡി ആയിരിക്കും എന്ന്. അപ്പോൾ ഹായ് സോന ദീദി, വാട്ട് ഈസ് യുവർ ജോബ് ആൻഡ് ലൈഫ്സ് ജേർണി? വാട്ട് ഈസ് യുവർ ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞതാണ്. സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലീവിലാണ്. ലൈഫ് ജേർണി പറഞ്ഞാൽ ഭയങ്കര കോമഡി. ലൈഫ് ജേർണി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ലൈഫ് ജേർണിയാണ്. പക്ഷെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും ഇത്തിരിയായിട്ട് പറയട്ടെ, ഇത്ര. ഓക്കെ, ഇത്ര. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ പറയാം. ആദ്യം എൻ്റെ അച്ഛൻ വന്നിട്ട് തമിഴ്നാട്ടിൽ പോയി അവിടെ വർക്ക് സെറ്റ് ആവണം. വീണ്ടും നമ്മൾ കേരളത്തിൽ വന്നപ്പോൾ ഓക്കെ വർക്കൊക്കെ സെറ്റ് ആയപ്പോൾ ഞങ്ങൾ നേപ്പാളിൽ നിന്ന് അച്ഛൻ ഞങ്ങളിവിടെ കൂട്ടിയിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അംഗൻവാടിയിൽ പോയിട്ടോ. അംഗൻവാടി പോയിട്ട് അവിടെ കുറച്ച് ഞാൻ വികൃതിയാണ്, അറിയാലോ. എൻ്റെ കഥയെ വേറെയാണ്. ഞാൻ കുറച്ച് അംഗൻവാടി പോയി പഠിച്ചു. പിന്നെ അവിടെ നട്ടോ ഞാൻ മലയാളമൊക്കെ ഞാൻ പഠിച്ചത് ആക്ച്വലി. കാരണം നമുക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു നേപ്പാളി സംസാരിച്ചാൽ മതിയെന്ന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് നേപ്പാളി എനിക്ക് അത്ര
ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മലയാളി ഫ്രണ്ട്സാണ്. പിന്നെ നമ്മൾ അറിയാലോ പാലക്കാട് ചെയ്ത തമിഴ് ഫ്രണ്ട്സ്, മലയാളം ഫ്രണ്ട്സ്, പിന്നെ ഹിന്ദിക്കാർ, അങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അത് തന്നെ എനിക്ക് എല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ അംഗൻവാടി കഴിഞ്ഞു. പിന്നെ സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയപ്പോൾ അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ ഒന്നുമില്ല, ഒക്കെ എല്ലാം നോർമൽ ഫ്രണ്ട്സാണ്. നോർമൽ ഫ്രണ്ട്സ് തന്നെ ബുള്ളിങ് ഉണ്ടാവും. എന്നെ ചൈനക്കാരി, ജപ്പാൻകാരെ, ബോയ്സ് പ്രത്യേകിച്ച്. ആ സമയത്ത് എൻ്റെ മുടി ഉണ്ടല്ലോ, ഇത്ര 2 സൈഡും നേരെടുത്തിട്ട് മുടി ഇങ്ങനെ കെട്ടും. ഇങ്ങനെ കെട്ടുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഡബിൾ മുടിയായിരുന്നു ആ സമയത്ത്. അപ്പം മുടി പിടിച്ച് വലിച്ച് അങ്ങനെയൊക്കെ ഭയങ്കര കോമൺ സീനായിരുന്നു. അപ്പം ഞാൻ വെറുതെ നിൽക്കില്ല കേട്ടോ, അത് വേറെ വിഷയം. അപ്പോൾ അങ്ങനെ അടിയും പിടിയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫ് ജേർണി. അങ്ങനെ നമ്മൾ +2 വരെ നമ്മളിവിടെ കഞ്ചിക്കോട് തന്നെ പഠിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സുസ്മി പോൾസൺ, ഐ മിസ് യു ഡിയർ. അവൾ എനിക്ക് 10th വരെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഭയങ്കര നല്ലൊരു ഫ്രണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്, പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൾ മാത്രമായിരുന്നു. കാരണം അവളും കുറച്ച് തടിച്ച് ബബ്ലി ആയിരുന്നു, ഞാനും കുറച്ച് തടിച്ച് ബബ്ലി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെറ്റ്. അപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല അവളോട്, ബട്ട് ഐ മിസ് ഹെർ. അപ്പോൾ അങ്ങനെയാണ് +2 വരെ കഴിഞ്ഞിട്ടോ. അപ്പോൾ +2 കഴിഞ്ഞ ശേഷം ഞാൻ കോളേജിൽ പോയി. അപ്പോൾ ഞാൻ കോളേജിൽ വന്നിട്ട് BTech എടുക്കുന്നോ ഡിപ്ലോമ എടുക്കുന്നോ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ സിവിലിലേക്ക് പോവാം, ഡിപ്ലോമ സിവിൽ കഴിഞ്ഞിട്ട് നമ്മൾ BTech എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഞാനും വേറൊരു ഫ്രണ്ട് കൂടി പോയി. അപ്പോൾ ഞങ്ങൾ ഡിപ്ലോമ ചേർന്നു. അപ്പോൾ ഡിപ്ലോമ ഞാൻ 2 വർഷം കേട്ടോ പഠിച്ചത്. കാരണം ഡിപ്ലോമ ഞാൻ ലാറ്റർ എൻട്രി ആയിരുന്നു. ഞാൻ +1 +2 ഞാൻ ഇലക്ട്രോണിക്സ് ആയിരുന്നു. അത് തന്നെ ലാറ്റർ എൻട്രി ആയ കാരണം എനിക്ക് 2 വർഷമായിരുന്നു ഡിപ്ലോമ. അപ്പോൾ 2 വർഷം പോയി കോളേജ് ചേർന്നു. ആ കോളേജിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര എങ്ങനെ പറയുക, തമിഴ്നാട് കോളേജ് നോർമലി അങ്ങനെ സ്ട്രിക്റ്റ് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഭയങ്കര സ്ട്രിക്റ്റ് വാങ്ങിച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. നമ്മൾ എന്ത് ചെയ്താൽ ഫൈൻ, എന്ത് ചെയ്താൽ സോക്സ് ഇട്ടെങ്കിൽ ഫൈൻ, ബോയ്സൊക്കെ ടൈ ചെയ്തില്ലെങ്കിൽ ഫൈൻ, ഷേവിങ് ചെയ്തെങ്കിൽ ഫൈൻ, എല്ലാത്തിനും ഫൈൻ അടിച്ച് കൊണ്ടുപോകും. ഭയങ്കര സ്ട്രിക്റ്റാണ് കോളേജ്. ഞങ്ങളുടെ HOD സൂപ്പറായിരുന്നു. HOD കണ്ടാലും ഞങ്ങളൊക്കെ വിറയ്ക്കും, കിടക്കിടക്കിടന്ന് വിറയ്ക്കും. HOD ഒറ്റ ഡയലോഗുകൾ, എന്താ പറയുന്നത്, എരുവമാട്ടിൽ മഴ പെഞ്ചുമ്പോൾ നടക്കരുത്, സീക്രം നാട്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ HOD സൂപ്പറാണ്. പക്ഷേ HOD എല്ലാവർക്കും പേടിയാണ്, ഞങ്ങൾക്കും പേടിയാണ്. പക്ഷേ നമ്മൾ IVക്കൊക്കെ പോയപ്പോഴാണ് HOD എന്ത് പാവമാണ്, എന്ത് സോഫ്റ്റ്, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ 2 വർഷമായിരുന്നു എൻ്റെ ഡിപ്ലോമ സിവിൽ. അപ്പോൾ അവിടെയാണ് എൻ്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടത്, മീറ്റ് ചെയ്തത്. ഓക്കെ, നമ്മളങ്ങനെ ബാക്കിയൊക്കെ പറയണ്ടല്ലോ. അതിനുശേഷം ഡിപ്ലോമ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കുറേ ഓഫീസിലൊക്കെ വർക്കിനൊക്കെ പോയിട്ടോ. അതിന് മുമ്പ് ഞങ്ങൾ BTech പോകണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ ആ സമയത്ത് നമുക്ക് BTech പഠിക്കാൻ ആരും ഫ്രണ്ട്സൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ മൈൻഡേ ഉണ്ടാവില്ല. അങ്ങനെ എൻ്റെ ഡിപ്ലോമ കഴിഞ്ഞു, BTechൻ്റെ കാര്യം തീരുമാനമായി. പിന്നെ നമ്മൾ വർക്കിന് കയറി. 2D 3D അങ്ങനെ ഞാൻ ആദ്യം ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്ത്. പിന്നെ അങ്ങനെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത കാരണം പിന്നെ നമ്മൾ സൈറ്റ് എഞ്ചിനീയർ പോയി. അവിടെയും അതുപോലെ ഓക്കെ, സൈറ്റ് വർക്ക് സൂപ്പറാണ് കേട്ടോ. പക്ഷേ വെയിൽ കൊള്ളനാണ് എൻ്റെ അടുത്ത് പൊന്നോ. പക്ഷേ എൻ്റെ സാറ് സൂപ്പറാണ് കേട്ടോ. പ്രവീൺ ജോർജാണ് പേര്. സാർ സൂപ്പറാണ്. അപ്പോൾ സൈറ്റ് വർക്ക് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെയാണിപ്പോൾ അങ്ങനെ കഴിഞ്ഞു. ഞാനിപ്പോൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് ജേർണി. ഇതൊക്കെ ഷോർട്ടിൽ പറഞ്ഞ ഇടയിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് ഇതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ഷോർട്ട്ലി. വലിയൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു അല്ലേ, ബോറടിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് വന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് ഭവത റാണി കൃഷ്ണൻ കേട്ടോ. ആ കുട്ടിയും പിന്നെ ജീവൻ. ആർ യു വർക്കിംഗ്, വാട്ട് ഈസ് യുവർ ജോബ്, ഫസ്റ്റ് യൂട്യൂബ് ഇൻകം കിട്ടിയോ, ഫസ്റ്റ് എന്ത് ചെയ്തു ആ ഇൻകം കൊണ്ടിട്ടു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ലീവിലാണ്. വാട്ട് ഈസ് യുവർ ജോബ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് സൈറ്റ് എഞ്ചിനീയറാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ഇൻകം കിട്ടി, ബട്ട് ആ കിട്ടിയ പൈസ കൊണ്ട് എന്താണ് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇൻകം കൊണ്ട് കിട്ടിയത് നേരെ ഞാൻ പോയത് എൻ്റെ പല്ലിൻ്റെ ഒരു സർജറിക്ക് പോയതാണ്. കാരണം പല്ല് വേദന കാരണം. അതാണ് ഫസ്റ്റ് ഇൻകം കൊണ്ട് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ റിപ്ലൈ തരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതാണ് കുറച്ചൊരു ബോറിംഗ് ആയിരിക്കും എനിക്ക്. കാരണം എല്ലാവരും സെയിം ക്വസ്റ്റ്യൻസാണ്. പേരെന്താണ്, നാട്ടിലെന്താ ഇഷ്ടം, അങ്ങനെയാണ്. അപ്പോൾ എല്ലാം റിപ്പീറ്റഡ് ആണ്. അപ്പോൾ
ഇനിയും നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ധൈര്യമായിട്ട് ചോദിക്കട്ടെ എൻ്റെ അടുത്ത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. കാരണം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് അറിയുക നമ്മൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്. മീൻസ് എൻ്റെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സായി നിങ്ങളുടെയും ഉള്ള ഒരു റിലേഷൻ, ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പറയാം, ഇല്ലെങ്കിൽ ഇൻട്രാക്ഷൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കമൻറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം ഞാൻ ക്വസ്റ്റ്യൻ സെക്ഷൻ വീണ്ടും വെക്കാം. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചോദിക്കാം. ഓക്കെ, പക്ഷേ ഫണ്ണി ക്വസ്റ്റ്യൻസ് ചോദിക്കൂ, ഇല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കൂ, ഇല്ലെങ്കിൽ എങ്ങനെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാതെ റിപ്പീറ്റഡ് ആയ ഇത് ഈ ക്വസ്റ്റ്യൻസ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കില്ലേ പറഞ്ഞു എനിക്ക് ബോറടിക്കണു. പക്ഷെ നിങ്ങളെനിക്ക് ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും ഇതേപോലെ ക്വസ്റ്റ്യൻ സെക്ഷൻ വീണ്ടും ഞാൻ വെക്കാം. വീണ്ടും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടെ എല്ലാ കമൻസിൻ്റെയും റിപ്ലൈ ഞാൻ തരുന്നത് കേട്ടത് സ്ഥിതിക്ക് എല്ലാവർക്കും താങ്ക് യു. കാരണം ഞാൻ മേ ബി ഇത് ലോങ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ വീഡിയോ, അപ്പോൾ ക്ഷമിക്കണം. അപ്പോൾ ഇതേപോലെ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ക്ഷമയുടെ കേട്ടോ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യുക, അപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം. ഓക്കെ, ബൈ ബൈ, സീ യു. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ബൈ.